Hi, hello all. Welcome to Competitive Cracker. കെ എസിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കെ എസിന്റെ സിലബസിലെ ഇക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ, അതിൽ കീവേഡ്സ് ഓരോന്നും നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോ കീവേഡ്സും വായിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ പോർഷൻസ് പതുക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തായാലും മൊഡ്യൂൾ 1 എന്തായാലും നിങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. ആപ്പിൽ കയറി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും, ക്വിക്ക് നോട്ട്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ റിവിഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് പഠിക്കാൻ സാധിക്കും. നോക്കുക, മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് തുടങ്ങി പ്ലാനിങ് വരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ പോർഷൻസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്കുകളുണ്ട്. ആ സബ് ടോപ്പിക്കുകൾ പഠിച്ച് വേണം നിങ്ങൾ പോകാനായിട്ട്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പോർഷൻസ് ആദ്യം പഠിച്ചു തീർക്കുക. ദെൻ സിലബസിലുള്ള പോർഷൻസ് സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്ന് പഠിച്ച് തീർക്കുക. പക്ഷേ സ്റ്റാൻഡേർഡ് ബുക്സ് മുഴുവൻ പഠിച്ച് തീർക്കാനുള്ള സമയം നിങ്ങളുടെ മുന്നിലില്ല. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കോഴ്സ് അവൈലബിൾ ആക്കിക്കൊണ്ട് പഠിച്ച് തീർക്കാൻ ഉള്ള അവസരമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു ചലഞ്ച് തരാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ യു ആർ അപ് ടു ദ ലെവൽ ഫോർ കോമ്പീറ്റിംഗ് വിത്ത് അതർ കണ്ടസ്റ്റൻസ്. അപ്പോൾ നോക്കുക, ഇവിടെ ആസ്പിരൻസ് എല്ലാവരും കൃത്യമായിട്ട് കോഴ്സിൽ ഈ പറയുന്ന സിലബസ് പ്രകാരം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവരുമായിട്ടാണ് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കുക, കൃത്യമായിട്ട് ആൻസർ ഈ ക്വസ്റ്റ്യൻസിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ കോഴ്സ് അവൈലബിൾ ആക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഹിസ്റ്ററി പോർഷൻ അല്ലേ, എന്തിനാ ഈ പറയുന്ന ഇക്കണോമി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇക്കണോമി ആൻഡ് പ്ലാനിങ്ങിന്റെ സിലബസിനകത്ത് ഇങ്ങനെ ഒരു പോർഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ എന്താണ് നോക്കുക, ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന, ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പോർഷനോട് അനുബന്ധം ഉള്ള പോർഷനാണ് ഇത്. എങ്ങനെ വരുന്നത്, അതായത് ബ്രിട്ടീഷുകാരാൽ മാത്രമല്ല ഇന്ത്യയുടെ ഇക്കോണമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ പാർട്ടീഷൻ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. NCERT മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയ കിട്ടില്ല. നിങ്ങളുടെ സബ്ജക്റ്റ് എക്സ്പെർട്ട് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പഠനം കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എവിടെ മിസ്സാവും, കേസിന് ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൻസിൽ ക്വസ്റ്റ്യൻ എഴുതാനായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ബ്രിട്ടീഷുകാരെ കൊണ്ടുണ്ടാവും നമുക്കുണ്ടായിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകളാണ്, ഇക്കണോമിക് ഡിസഡ്വാൻറ്റേജുകളാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടീഷൻ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് 1947. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. ഇന്ത്യ ലോസ്റ്റ് 17% ഓഫ് ഇറ്റ്സ് cultivated land to Pakistan, which severely affected food production. The Indian textile industry remained unaffected as it was self-sufficient in cotton production. Then the financial division resulted in India transferring rupees 75 crore to Pakistan despite initial resistance. ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞവർ ഈ പോർഷൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഈ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻസിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റുകൾ അറിഞ്ഞിരിക്കണം, ഡാറ്റ അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കുക. ഇന്ത്യ ലോസ്റ്റ് 17% ഓഫ് ഇറ്റ്സ് കൾട്ടിവേറ്റഡ് ലാൻഡ് ടു പാകിസ്ഥാൻ. ഇന്ത്യയെ സംബന്ധിച്ച് 17%, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ജോയിന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാസ് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് 17% ഇവിടെ കൾട്ടിവേറ്റഡ് ലാൻഡ്, അതായത് കൃഷിഭൂമി നഷ്ടമായി എന്ന രീതിയിലാണ്, പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നു എന്ന രീതിയിലാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വിച്ച് സീവിയർലി അഫക്റ്റഡ് ഫുഡ് പ്രൊഡക്ഷൻ, ഉറപ്പായിട്ടും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അത് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കണം. 17% എന്നൊക്കെ ഉള്ള ഡാറ്റ എവിടെ നിന്ന് കിട്ടുന്നത്, ഈ പറയുന്ന ഇന്ത്യൻ ഇക്കോണമിയുടെ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ് കണ്ടാൽ മാത്രമേ അത് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ,
ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സുകൾ മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്സ് വായിച്ചിരിക്കണം. ഓക്കെ, ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റിമെയിൻഡ് അൺഅഫക്റ്റഡ് ആസ് ഇറ്റ് വാസ് സെൽഫ് സഫിഷ്യന്റ് ഇൻ കോട്ടൺ പ്രൊഡക്ഷൻ. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. പാകിസ്ഥാനില് ഇന്ത്യയുടെ ഭാഗമായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ജോയിന്റ് ആയിട്ടുള്ള ഭാഗമായിരുന്ന ലാൻഡ് മാസില് എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനും ജോയിൻ ചെയ്യുന്ന പോർഷനിൽ എന്തുണ്ടായിരുന്നു, കോട്ടൺ കൃഷി ചെയ്യുന്ന ഇടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലും ഉണ്ട്. അവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ മെയിൻ ലാൻഡിലുള്ള കോട്ടൺ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ്, കോട്ടൺ പ്രൊഡക്ഷൻ, ഇന്ത്യയെ സംബന്ധിച്ച് കോട്ടൺ പ്രൊഡക്ഷൻ, ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റിമെയ്ഡ് അൺഅഫക്റ്റഡ് എന്ന് പറയുന്നത് അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പുതിയ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കിട്ടുന്നത് ഇന്ത്യൻ മെയിൻലാൻഡിലെ ഇൻഡസ്ട്രീസിന് കിട്ടുന്നതിൽ തടസ്സം ഉണ്ടായി. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു, അവിടെ ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അൺഅഫക്റ്റഡ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ എന്താണ്, ദ ഫിനാൻഷ്യൽ ഡിവിഷൻ റിസൾട്ടഡ് ഇൻ ഇന്ത്യ ട്രാൻസ്ഫറിങ് 75 crore ടു പാകിസ്ഥാൻ ഡെസ്പൈറ്റ് ഇനീഷ്യൽ റെസിസ്റ്റൻസ്. അതും നിങ്ങൾക്ക് ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്ന 400 crore rupees എന്ന് പറയുന്ന ടോട്ടൽ ക്യാഷ് റിസർവ് ഇന്ത്യക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. 300 crore rupees ഇന്ത്യക്കായിട്ട് അലോക്കേറ്റ് ചെയ്യപ്പെട്ടു. പാകിസ്ഥാന് വേണ്ടി 75 crore rupees അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ കാശ്മീർ ബേസ്ഡ് ആയിട്ടുള്ള ടെൻഷൻസ് ഉയർന്നു വന്നതിന് ശേഷം ഇത് കൊടുക്കുന്നതിന് ഡിലേ ഉണ്ട്. പക്ഷേ ഗാന്ധിയുടെ ഇൻസിസ്റ്റൻസ് പ്രകാരം പിന്നീട് 75 crore കൊടുത്തു എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നോക്കുക, ഫിനാൻഷ്യൽ ഡിവിഷൻ ഉണ്ടായിട്ടുണ്ട് അവിടെ, അത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇപ്പൊ തന്നെ 8590202323 വിളിച്ചുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾ അവൈലബിൾ ആക്കിക്കൊണ്ട് ആപ്പിൽ ക്ലാസ്സുകൾ കാണുക. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് പോവുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്ത്യസ് ഇക്കണോമിക് റീഫോംസ് ആഫ്റ്റർ 1991. അതായത് ന്യൂ ഇക്കണോമിക് റീഫോംസ് അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ 1991 ഇന്ത്യ കൊണ്ടുവന്നിരുന്നു. PV നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി നിങ്ങൾ ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, നരസിംഹറാവു ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ കൂടിയായിരുന്നു, പ്രൈം മിനിസ്റ്റർ പ്ലസ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ കൂടിയായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാ? ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു ഇന്ത്യസ് GDP ഹാസ് ഡിക്ലൈൻഡ് സിഗ്നിഫിക്കന്റ്ലി സിൻസ് ഇക്കണോമിക് ലിബറലൈസേഷൻ സംഭവിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ GDP-യിൽ പ്രധാനപ്പെട്ട 3 സെക്ടറുകൾ ഏതൊക്കെയാണ് വരുന്നത്? പ്രൈമറി സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, ദെൻ അലൈഡ് ആക്ടിവിറ്റീസ്, ദെൻ സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടർ, ദെൻ ടെർഷറി സെക്ടർ ആയിട്ടുള്ള സർവീസ് സെക്ടർ. 3 പേരുടെ കോൺട്രിബ്യൂഷൻസ് GDP-യുള്ള കോൺട്രിബ്യൂഷൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ 1991 ശേഷമുള്ള മാറ്റങ്ങളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ദ സർവീസ് സെക്ടർ ഹാസ് ബിക്കം ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് GDP എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഹാവ് വിറ്റ്നസ്ഡ് സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ആഫ്റ്റർ ദ റീഫോംസിന് ശേഷം 1991 ശേഷം എന്താണ് ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചിൽ മാറ്റം വന്നിട്ടുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോസ് ഇൻ ഇന്ത്യ ഹാവ് റിമെയ്ൻഡ് സ്റ്റാഗ്നന്റ് സിൻസ് ദ 1990s. അതായത് FDI-യിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല, സ്റ്റാഗ്നന്റ് ആയിട്ട് നിലനിൽക്കുന്ന 1990-കൾക്ക് ശേഷം. നോക്കുക സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഒന്ന് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അഗ്രികൾച്ചറിലെ കോൺട്രിബ്യൂഷൻ GDP-യിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. 30% നിന്ന് ഇപ്പോഴത്തെ എത്രയാണ്? 2021 വരുമ്പോഴത്തേക്കും 15% മാത്രമായിട്ട്
ആ വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ ടു GDP എന്ന് പറഞ്ഞത് ഡിക്ലൈൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, ശരിയാണ് അത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ സർവീസ് സെക്ടർ ഹാസ് ബിക്കം ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യസ് GDP. അന്നത് 40% ആയിരുന്നു, ഇപ്പൊ അത് ഏകദേശം 55% ആയിട്ടുണ്ട് GDP-യിലേക്ക്. അപ്പോൾ അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഹാവ് വിറ്റ്നസ് സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ആഫ്റ്റർ ദ റീഫോംസ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ കൂടിയിട്ടുണ്ട്, അത് ശരിയായിട്ടുണ്ട്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അതുപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ FDI ഇൻഫ്ലോസ്, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ്, 1990-കൾക്ക് ശേഷം ഇത് സ്റ്റാഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1ഉം 2ഉം 3ഉം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഓക്കെ, 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, പക്ഷേ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്താ നോക്കുക, അതിലെ ആ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്ത് വെക്കണം. എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് അന്ന് 1.2 ബില്യണേ ഉണ്ടായിരുന്നുള്ളൂ, 1.2 ബില്യൺ US$ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതെന്താ 600 US$ പറയുകയാണെങ്കിൽ 600 ബില്യൺ US$ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ FDI എന്താണ്, അന്ന് മില്യൺ ഉണ്ടായിരുന്നുള്ളൂ, 100 മില്യൺ US$ ഉണ്ടായിരുന്നു. ഇന്ന് എത്രയാണ്, 85 ബില്യൺ US$ ആയിട്ട് മാറുന്നുണ്ട് 2003-ലേക്ക് എത്തുമ്പോഴേക്കും. അത്ര വലിയ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. 1, 2, 3 ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് മെഷേഴ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ഇന്ത്യസ് ന്യൂ ഇക്കണോമിക് പോളിസി LPG റിഫോംസ് ഓഫ് 1991? അതായത് LPG റിഫോംസിന്റെ ഭാഗമായിട്ട് 1991-ൽ എന്തെല്ലാം കാര്യം ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടെത്തണം നമ്മൾ. എന്തൊക്കെയാണെന്ന് നോക്കിയേ. എബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഫോർ മോസ്റ്റ് ഇൻഡസ്ട്രീസ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്, എക്സ്പാൻഷൻ ഓഫ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ദെൻ മൂന്നാമത്തെ കാര്യം എന്താണ്, പാർഷ്യൽ കൺവേർട്ടിബിലിറ്റി ഓഫ് ദ ഇന്ത്യൻ റുപ്പി, റിഡക്ഷൻ ഇൻ താരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ്. നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഇതെല്ലാം എന്തൊക്കെയാണ് കമ്പോണൻസ് ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഡയറക്ട്ലി പിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഫോർ മോസ്റ്റ് ഇൻഡസ്ട്രീസ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ലൈസൻസ് രാജ് എന്ന് 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പോളിസി മാറിയിട്ട് എന്താണ്, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എടുത്തു കളഞ്ഞു പല ഇൻഡസ്ട്രീസിനും. ദെൻ എക്സ്പാൻഷൻ ഓഫ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, PSUസിന്റെ റോൾ എക്സ്പാൻഡ് ചെയ്തു. ഇതെന്താണ്, പ്രൈവറ്റ് സെക്ടറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൈവറ്റൈസേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ അല്ല എക്സ്പാൻഡ് ചെയ്തത്, ഇത് തെറ്റാണ്. ദെൻ പാർഷ്യൽ കൺവേർട്ടബിലിറ്റി ഓഫ് ഇന്ത്യൻ റുപ്പീസ് അനുവദിച്ചു. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് അനുവദനീയമായി കുറെ കാര്യങ്ങളിൽ. ദെൻ റിഡക്ഷൻ ഇൻ താരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ്, ഇത് എന്താണ്, ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വരുന്നതിൽ, ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരുന്നതിൽ ഒക്കെ ഇവിടെ ഒരു ലിബറൽ പോളിസിയാണ് നമ്മൾ സ്വീകരിച്ചത്. അവിടെ എന്താണ്, റിഡക്ഷൻ ഇൻ താരിഫ്സ്, ട്രേഡ് ബാരിയേഴ്സ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്, ഡയറക്ട്ലി പിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് 1ഉം 3ഉം 4ഉം ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ ആണിത്. നോക്കുക, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് നീതി ആയോഗ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്. ദ ഗവേണിംഗ് കൗൺസിൽ ഇൻക്ലൂഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. ദെൻ റീജിയണൽ councils of Niti Aayog are headed by vice chairperson and a union minister. The chief executive officer CEO of Niti Aayog is appointed by the president of India. Okay, 1, 2, 3, 4 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇത് അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം. നീതി ആയോഗിന്റെ ഗവർണിംഗ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് അതിന്റെ കമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗം തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട പോർഷനാണ്. സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോർഷനിൽ ഒന്ന് തന്നെയാണ് നീതി ആയോഗ്. നോക്കുക,
പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ദെൻ ഗവർണിംഗ് കൗൺസിൽ ഇൻക്ലൂഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. അതും അവിടെയുണ്ട്. സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസിനും ഇവിടെ റെപ്രസെന്റേഷൻ ഉണ്ട് എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് റീജിയണൽ കൗൺസിൽസ് ഓഫ് നീതി ആയോഗ് ആർ ഹെഡഡ് ബൈ വൈസ് ചെയർപേഴ്സൺ ആൻഡ് യൂണിയൻ മിനിസ്റ്റർ. തെറ്റായിട്ടുള്ള കാര്യമാണ്. വൈസ് ചെയർപേഴ്സൺ ഒന്നുമല്ല, അവിടെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആണ്. ആ ഒരു റീജിയണൽ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കും റൊട്ടേഷണൽ ബേസിൽ, പ്ലസ് ഒരു യൂണിയൻ മിനിസ്റ്റർ ഉണ്ടാകും. ഓക്കെ, ദെൻ എന്താണ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ് ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ് ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് തെറ്റാണ്. പ്രൈം മിനിസ്റ്റർ ആണ് വരുന്നത്. ഈ പറയുന്ന ബേസിക് ഫാക്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം, ഇല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞെന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അവിടുത്തെ മിനിസ്റ്ററുടെ കാര്യം, അതായത് യൂണിയൻ മിനിസ്റ്റർ, അതായത് സെൻട്രൽ മിനിസ്റ്റർ, കറസ്പോണ്ടിങ് സെൻട്രൽ മിനിസ്റ്റർ ഉണ്ടാവും. ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ, അതായത് ഒരു റീജിയണൽ കൗൺസിൽ അവിടെ ഫോം ചെയ്തുകൊണ്ട് അവിടുത്തെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ട്, റീജിയണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും, റൊട്ടേഷണൽ ബേസിസിലാവും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം കേട്ടോ. വൈസ് ചെയർപേഴ്സൺ അല്ല അവിടെ ലീഡ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കണം. ദെൻ അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ആരാണ് അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം, പ്രസിഡന്റ് അല്ല. ആ കാര്യം ഓർത്തിരിക്കണം. സിഇഒനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. വിത്ത് റെഫറൻസ് ടു കോപ്പറേറ്റീവ് ഫെഡറലിസം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം ആൻഡ് നീതി ആയോഗ്. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. നീതി ആയോഗ് പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ് ഫെഡറലിസം ബൈ ആക്ടിംഗ് ആസ് എ ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസി ഫോർ സ്റ്റേറ്റ്സ്. ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം ഫോക്കസസ് ഓൺ ടാർഗറ്റഡ് development in the most backward districts of India. Then Niti Aayog has framed model laws for land leasing and agricultural market reforms to guide states in policy implementation. Then special development plans have been designed for northeastern, Himalayan and island territories under Niti Aayog's initiative. നോക്കുക, ഇതിനകത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, നീതി ആയോഗ് പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാം, അതായത് സ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റ് എല്ലാവരും ചേർന്നിട്ട് ഉള്ള സ്റ്റേറ്റ് യൂണിയൻ ബന്ധത്തിൽ നോർമലി ഉള്ള ബന്ധമല്ല. കോപ്പറേറ്റീവ് ഫെഡറലിസം എൻഹാൻസ് ചെയ്യുന്ന വിധത്തിലുള്ള ബന്ധമാണ് അവിടെയുള്ളത്. കോമ്പറ്റിറ്റീവ് ഫെഡറലിസം നേരത്തെ ഉണ്ടായിരുന്നു. കോമ്പറ്റിറ്റീവ് ഫെഡറലിസവും കോപ്പറേറ്റീവ് ഫെഡറലിസം രണ്ടും പാരലി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കോമ്പറ്റിറ്റീവ് ഫെഡറലിസം ഒരു ഹെൽത്തി കോമ്പറ്റിറ്റീവ് ഫെഡറലിസം ആണ് നീതി ആയോഗ് ഏത് വിധേനയും പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാനും. ഇവിടെ നോക്കുക, കോപ്പറേറ്റീവ് ഫെഡറലിസം ഇവിടെ ഉണ്ട്. നീതി ആയോഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോപ്പറേറ്റീവ് ഫെഡറലിസം തന്നെയാണ്. ദെൻ എന്താണ്, ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു തിങ്ക് ടാങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ടാണ്? തിങ്ക് ടാങ്ക്. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ, തിങ്ക് ടാങ്ക്. ഈ നീതി ആയോഗിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ബേസിക്കലി ഉണ്ടാവുന്നതാണ് ഈ തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് കൃത്യമായി കണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ ദ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം ഫോക്കസസ് ഓൺ ടാർഗറ്റഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ മോസ്റ്റ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സ് ഓഫ് ഇന്ത്യ. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും നമുക്ക് പഠിക്കാനുണ്ട്. ഈ നീതി ആയോഗിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണത്. അത് പഠിക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, നീതി ആയോഗ് ഹാസ് ഫ്രെയിം മോഡൽ ലോസ് ഫോർ ലാൻഡ് ലീസിംഗ് ആൻഡ് അഗ്രികൾച്ചർ മാർക്കറ്റ് റിഫോംസ് ടു ഗൈഡ് സ്റ്റേറ്റ്സ് ഇൻ പോളിസി ഇംപ്ലിമെന്റേഷൻ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ
ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്ലാൻസ് ഹാവ് ബീൻ ഡിസൈൻഡ് ഫോർ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയൻ ആൻഡ് ഐലൻഡ് ടെറിട്ടറീസ്. ഐലൻഡ് ടെറിട്ടറീസ് എന്ന് പറയുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപുകൾ, ഇവർക്ക് വേണ്ടിയൊക്കെ എന്താണ് പറയുന്ന സ്പെഷ്യൽ ഡെവലപ്മെന്റ് പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നീതി ആയോഗ് ഇനിഷ്യേറ്റീവ് പെടുന്നതാണ്. ഓക്കെ, വണ്ണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, തേർഡ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, 1 incorrect, second correct, third correct, fourth correct. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗം തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ KS എക്സാമിന് പോകരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോർഷൻ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ഫുൾ ടൈം മെമ്പേഴ്സ് ഓൺലി വെയറാസ് നീതി ആയോഗ് ഇൻക്ലൂഡ്സ് ബോത്ത് full-time and part-time members as needed. The Planning Commission allocated funds to ministries and state governments while Niti Aayog function as a think tank and advisory body. Okay, then the Planning Commission formulated policies first and then consulted states whereas Niti Aayog involves state in policy formulation itself. Then fourth statement is the head of the Planning Commission was called member secretary while Niti Ayog's head is called CEO appointed by the Prime Minister. നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നീതി ആയോഗിന് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത്? ദ പ്ലാനിംഗ് കമ്മീഷൻ അലോക്കേറ്റഡ് ഫണ്ട്സ് ടു മിനിസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വൈൽ നീതി ആയോഗ് ഫംഗ്ഷൻ ആസ് എ തിങ്ക് ടാങ്ക് ആൻഡ് അഡ്വൈസറി ബോഡി. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റഡ് പോളിസീസ് ഫസ്റ്റ് ആൻഡ് ദെൻ കൺസൾട്ടഡ് സ്റ്റേറ്റ്സ് വേറസ് നീതി ആയോഗ് ഇൻവോൾവ് സ്റ്റേറ്റ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, അതും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ head of the planning commission was called member secretary while Niti Aayog head is called CEO appointed by prime minister. പ്രസിഡന്റ് അല്ല കേട്ടോ. ഇതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 1, 2, 3 and 4, 1 കറക്റ്റ്, 2 കറക്റ്റ്, 3 കറക്റ്റ്, 4 കറക്റ്റ്, എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നിങ്ങൾ KSന്റെ കോഴ്സ് ഉറപ്പായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ KSന്റെ കോഴ്സ് നിങ്ങൾ അവൈൽ ആക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിച്ച് നിൽക്കേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പോയിന്റും മിസ്സാക്കാത്ത വിധത്തിൽ സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്തുകൊണ്ട് സബ്ജക്റ്റ് എക്സ്പേർട്സ് തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് വേണ്ടി സിലബസ് അനാലിസിസ് ഉണ്ട്, ടോപ്പിക് ഡിസ്കഷൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ക്യുക്ക് റിവിഷൻ നോട്ടുകളുണ്ട്, അതുപോലെ എലിമിനേഷൻ ടെക്നിക്കുകൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടി തന്നെ KSന്റെ കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് അവൈൽ ചെയ്തുകൊണ്ട് നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ വിഷമിക്കേണ്ട യാതൊരു സാഹചര്യമുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് കണ്ടുകൊണ്ട് വിഷമിക്കേണ്ട യാതൊരു സാഹചര്യം, ഓരോ കീവേഡ്സും പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് എത്താനുള്ള ശ്രമം തന്നെ നടത്തുക. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. താങ്ക് യു.